കിടക്ക പങ്കിട്ടാലേ അമ്മയിൽ അംഗത്വം തരുമെന്ന് മുകേഷ് പറഞ്ഞു. ജയസൂര്യ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഒരു നടി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ ഓരോ മിനിറ്റിലും ഓരോ താരങ്ങളെപ്പറ്റിയും ലൈംഗിക ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമാ ലോകം ആകപ്പാടെ ഇപ്പോൾ ഒരു ഞെട്ടലായി മാറിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി പെൺകുട്ടികളാണ് മലയാള സിനിമയിലെ ഓരോ നടന്മാരുടെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നത്. കിടക്ക പങ്കിട്ടാലേ അമ്മയിൽ അംഗത്വം തരുള്ളൂ എന്ന് നടൻ മുകേഷ് പറഞ്ഞതായി നടിയുടെ വെളിപ്പെടുത്തൽ. നടന്മാരായ മുകേഷും ജയസൂര്യയും ഉൾപ്പെടെയുള്ള 7 പേർ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് നടി മിനു മുനീർ മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യത്തെ വില്ലൻ ജയസൂര്യയാണ്. തൻ്റെ ആദ്യത്തെ ചിത്രമായ ദേ ഇങ്ങോട്ട് നോക്കിയുടെ സെറ്റിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായത്. ടോയ്ലറ്റിൽ നിന്ന് വരുമ്പോൾ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ച് ചുണ്ടിൽ ചുംബിക്കുകയായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോവുകയായിരുന്നു. പിന്നാലെ വന്ന് ജയസൂര്യ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു. മിനുവിനെ എനിക്ക് താല്പര്യമുണ്ട്, യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് ജയസൂര്യ പറഞ്ഞതെന്ന് നടി പറയുന്നു. 3 സിനിമയിൽ അഭിനയിച്ചാൽ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടും. 6 സിനിമ കഴിഞ്ഞപ്പോൾ മെമ്പർഷിപ്പിനായി ഇന്നസെന്റ് ചേട്ടനെ കണ്ടിരുന്നു. അവിടെ എത്തിയപ്പോൾ താൻ അറിയാതെ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടില്ലെന്ന് മുകേഷ് പറഞ്ഞു. മെമ്പർഷിപ്പ് തരാത്തതിനെക്കുറിച്ച് പിന്നീട് ചോദിച്ചപ്പോൾ മിനുവിനെ കമ്മിറ്റി മെമ്പർമാർക്ക് ആർക്കും അറിയില്ലെന്നാണ് പറഞ്ഞത്. ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, മുകേഷ് എന്നിവരായിരുന്നു അറിയില്ലെന്ന് പറഞ്ഞ കമ്മിറ്റി അംഗങ്ങൾ. കൂടാതെ കലണ്ടർ സിനിമയുടെ സെറ്റിൽ വെച്ച് മുറിയിലെത്തിയ മുകേഷ് കടന്നു പിടിച്ചതായി നടി പറയുന്നു. മുകേഷിനെയും ജയസൂര്യയും കൂടാതെ മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, ബിച്ചു എന്നിവർക്കെതിരെയാണ് നടിയുടെ ആരോപണം. എതിർത്തതോടെ നിരവധി അവസരങ്ങൾ നഷ്ടമായെന്നും നടി പറഞ്ഞു. 2012 തന്നെ താൻ ഈ കാര്യം പുറത്തു പറഞ്ഞിരുന്നു. അന്നൊന്നും ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. നല്ല ടാലന്റുള്ള കുട്ടികൾ മലയാളത്തിലുണ്ട്, അവർക്കൊന്നും ഇവർ അവസരം കൊടുക്കുന്നില്ല. രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് മുകേഷ് ഇന്നലെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യം തുറന്നു പറഞ്ഞതെന്നും മിനു പറഞ്ഞു. അഡ്ജസ്റ്റ്മെന്റുകൾ സഹിക്കാൻ കഴിയാതെ വന്നതോടെ മലയാള സിനിമയിൽ നിന്ന് അകന്നുവെന്നും താമസം ചെന്നൈയിലേക്ക് മാറ്റിയതായും ആരോപിതർക്കെതിരെ നടപടി വേണമെന്നും താരം പറയുന്നു. ഇതിപ്പോൾ ഇങ്ങനെ വന്ന് ഓരോ മണിക്കൂറിലും മിനിറ്റിലും പുതിയ ആരോപണങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കാത്ത നടന്മാർക്കെതിരെ വരെ ഓരോ ആരോപണങ്ങൾ, നമ്മൾ മനസ്സിൽ പോലും ഈ നടൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ടില്ല. അങ്ങനെയുള്ള നടന്മാർക്കെതിരെ വരെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒരു പിടിയുമില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം.